ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ പെഡിക്യൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഞാനങ്ങനെ ബ്യൂട്ടി പാർലറിലൊന്നും ഇവിടുത്തെ പോയിട്ടില്ല. സോ ഇപ്പം നാട്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ നമുക്ക് ഓടിപ്പോവാം, ചെയ്യാം, ഈസിലി അവൈലബിൾ ആണ്, ഈസിലി ആക്സസിബിൾ ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ എല്ലാം നോക്കിയിട്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും ഈ ഒരു കൺട്രിയിൽ വന്നേ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടേക്കേണ്ടതാണ് ആൾക്കാർ. മീൻസ് ഇവിടെ നമ്മുടെ നാട്ടിലെ ബ്യൂട്ടി പാർലർ പോലെ ഒന്നും പറയാൻ പറ്റില്ല. അതിൽ കൂടുതൽ ഈച്ച് ആൻഡ് എവരി കോർണറിൽ നോക്കിയാൽ നമുക്ക് നെയിൽ കെയറിന്റെ ഷോപ്പുകൾ കാണാം. അപ്പൊ ഇവിടെ അവർ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ നെയിൽ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പേഴ്സണലി ഞാൻ അങ്ങനെ ഷോപ്പിലൊന്നും പോയി ഇതേവരെ എക്സ്റ്റൻഷൻ വെക്കുകയോ കെയർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും പെഡിക്യൂർ ചെയ്യാം. അപ്പൊ ഇതൊരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗോ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നെയിലിലെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നെയിൽ പോളിഷ് റിമൂവർ വെച്ച് നമ്മളത് റിമൂവ് ചെയ്യുക. ഞാനത് ഓൾറെഡി ചെയ്തു. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നെയിൽ കട്ട് ചെയ്യുക. എക്സ്ട്രാ ഉള്ള നെയിൽസ് എല്ലാം കട്ട് ചെയ്ത് കളയാം. അടുത്ത് നമ്മുടെ നെയിൽസ് എല്ലാം ഷേപ്പ് ചെയ്യുക എന്നുള്ള സ്റ്റെപ്പാണ്. സോ നമുക്കറിയാം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ നെയിൽ കട്ടറിൻ്റെ അതർ സൈഡ് എന്ന് പറയുന്നത് നെയിൽ ഫൈൽസ് പോലെ തന്നെ ഷേപ്പ് ചെയ്യുന്ന ഒരു സൈഡായിരുന്നു. സോ ഇപ്പം നമുക്കത് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ നെയിൽ ഫൈൽസ് അല്ലെങ്കിൽ നെയിൽ ഷേപ്നർ യൂസ് ചെയ്ത് നമ്മുടെ നെയിൽസ് എല്ലാം നല്ല ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഇതാണ് നെയിൽ ക്ലിപ്പർ. അപ്പോൾ ഈ നെയിൽ ക്ലിപ്പർ യൂസ് ചെയ്ത് നമ്മുടെ നെയിലിന് ചുറ്റുള്ള എക്സസ് ആയിട്ടുള്ള സ്കിന്നൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഇതെല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. ഇല്ലാത്തവർക്ക് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ സ്ക്രബ് ചെയ്തായാലും നമുക്കത് കളയാം. അപ്പോൾ ഇത്രയെന്ന് പറയുന്നത് വളരെ ഈസിയാണ്. നമ്മുടെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുക, നെയിൽ കട്ട് ചെയ്ത് കൊടുക്കുക, നെയിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ നെയിലിന് ചുറ്റുള്ള എക്സസ് ആയിട്ടുള്ള സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് ഓൾറെഡി തലേദിവസം നെയിലെല്ലാം കട്ട് ചെയ്ത് നെയിൽ പോളിഷും കളഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് അന്ന് പെഡിക്യൂർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇന്നാണ് ഞാൻ ചെയ്യണേ. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നത് വീഡിയോ ആക്കിയേക്കാമെന്ന്. ഞാൻ ഓൾറെഡി നെയിലെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. എന്നാൽ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഇത് ചെയ്തതാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നത് ഒരു ബക്കറ്റിൽ കാല് മുക്കി വെക്കാൻ പാകത്തിനുള്ള ചൂടുവെള്ളം എടുക്കും. ദെൻ അതിൽ ഇച്ചിരി ഷാമ്പൂ ഇട്ടിട്ട് നമ്മുടെ കാലതിൽ ഒരു 5 to 10 minutes മുക്കി വെക്കാം. ഇത് ശരിക്കും നമ്മുടെ കാലിലെ സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആവാനും നെയിലിൻ്റെ ഇടയിലുള്ള ക്യൂട്ടിക്കിൾസ് എല്ലാം റിമൂവ് ചെയ്യാനും ഭയങ്കര ഈസി ആയിരിക്കും ഈ ഒരു സ്റ്റെപ്പ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ഫേസ് പാക്ക് ഇട്ടായിരുന്നു. എന്തായാലും നമ്മളൊരു 5 to 10 minutes എന്തായാലും കാല് മുക്കി വെച്ചിരിക്കുക. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് ഒരു ഫേസ് പാക്ക് ഇട്ടിരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് നമ്മുടെ ടെർമറിക് പൗഡറും കേർഡും നമ്മുടെ റൈസ് പൗഡറും മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് പാക്ക് പോലെ അപ്ലൈ ചെയ്തതാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കാല് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഈസി ആയിട്ട് അവൈലബിൾ ആവുന്ന 3 things ആണ്: ടെർമറിക് പൗഡർ, ഷുഗർ ആൻഡ് കോൾഗേറ്റ്. ഇത് മൂന്നും യൂസ് ചെയ്ത് നമ്മുടെ കാല് നല്ല സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബൊക്കെ ചെയ്ത് കാല് വാഷ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ നെയിൽ ക്ലീനിങ് ബ്രഷാണ്. ഇത് യൂസ് ചെയ്ത് നമ്മുടെ കാലൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഈ സ്ക്രബ്ബർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാനിതെപ്പോഴും ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനം. കുളിക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഇവിടെ വർക്ക് ചെയ്യാനൊക്കെ പോയിട്ടിരുന്ന സമയത്ത് ഒത്തിരി ടൈം ബൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ കാല് തയമ്പൊക്കെ വന്നിരുന്നു. സോ ഞാൻ ഡെയിലി കുളിക്കുമ്പോൾ ഞാൻ ആ തയമ്പ് സ്ക്രബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്ക്രബ്ബറാണിത്. അതുകൊണ്ടാണിത് ഈ ക്വാളിറ്റിയിലിരിക്കണേ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ കാലെല്ലാം വാഷ് ചെയ്ത് ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഒന്നുകിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. സെപ്പറേറ്റ് കാലിന് വേണ്ടി മാത്രം മോയ്സ്ചറൈസറും കാര്യങ്ങളൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമ്മളുടെ കയ്യിലുള്ള ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള അത് യൂസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നെയിൽ പോളിഷ് ഇടേണ്ടവർക്ക് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം. നല്ല ഭംഗിയായിട്ട് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം. ശരിക്കും എനിക്ക് ഈ പെഡിക്യൂർ ഹെയർ കെയർ ഒക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. പക്ഷെ സമയം കിട്ടാറില്ല എന്നുള്ളൂ. അപ്പോൾ ഇത് ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് നമ്മുടെ ഫേസിലും എന്തെങ്കിലും ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു കുറച്ച് ടൈം വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ഹെയർ കെയർ ആയാലും നമ്മൾ ഹെയറിൽ എന്തെങ്കിലും പാക്ക് ഇട്ട് കഴിഞ്ഞാലും നമ്മളൊരു 5 to 10 minutes ചില ഒരു ഹാഫ് അവർ വരെ വെയിറ്റ് ചെയ്യാറുണ്ട്. സോ നമുക്കിതിൻ്റെ ഇടയിൽ നമ്മുടെ ഫേസ് പാക്ക് യൂസ് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന പെഡിക്യൂർ സ്റ്റെപ്സാണ് ഞാനിതിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒത്തിരി വെറൈറ്റി ഓഫ് ക്വാളിറ്റി പ്രൊഡക്ട്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഷോപ്പിൽ നിന്ന്. സോ അതെല്ലാം വാങ്ങി യൂസ് ചെയ്യാവുന്നവർക്ക് അത് യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ സിമ്പിൾ പെഡിക്യൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഡു സപ്പോർട്ട് മൈ ചാനൽ. ബൈ.